നമസ്കാരം, ഞാൻ അജിത് തൈരൂർ. പ്രധാന വാർത്തകൾ. ടി.പി. ചന്ദ്രശേഖരൻ വധഗൂഢാലോചന കേസ് സിബിഐക്ക് കൈമാറണമെന്ന് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി. എമർജിംഗ് കേരളയിൽ ഭൂമി കച്ചവടം അനുവദിക്കില്ലെന്ന് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി. റോഡുകളുടെ നവീകരണത്തിന് ജനങ്ങളാണ് തടസ്സമെന്ന് മന്ത്രി വി.കെ. ഇബ്രാഹിം കുഞ്ഞ്. പെരുമ്പട്ടി വനം കയ്യേറ്റ ശ്രമം, വനം വകുപ്പ് റാന്നി DFOയിൽ നിന്ന് റിപ്പോർട്ട് തേടി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷണം സിബിഐക്ക് കൈമാറണമെന്ന് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടു. പോലീസ് അന്വേഷണം സുതാര്യമായിരുന്നെങ്കിലും ടി.പി. വധത്തിൽ ഗൂഢാലോചന നടത്തിയ CPM നേതാക്കളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് പരിമിതിയുണ്ടെന്നും RMP വ്യക്തമാക്കി. ഉന്നതതല ഗൂഢാലോചന നടത്തിയ ആൾ ആരാണോ അവരെ കണ്ടുപിടിക്കുക എന്നതാണ് ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത്. അപ്പൊ ആരാണ് എന്നത് ഞങ്ങൾക്കറിയാമെങ്കിൽ ഞങ്ങൾ നേരത്തെ പറയുമായിരുന്നു. അത് കണ്ടുപിടിക്കേണ്ട ചുമതലയാണ് കേരള പോലീസിനെ. ഞങ്ങൾക്ക് ഈ 4 മാസവും ഞങ്ങൾ ആശ്രയിച്ചു. തുടർ അന്വേഷണം ആ ഗതിയിലെത്തില്ല എന്നൊരു ധാരണയിലാണ് CBI അന്വേഷണം ആവശ്യം ഇപ്പോൾ ഉന്നയിക്കുന്നത്. കണ്ണൂർ ചാല ടാങ്കർ ലോറി അപകടം സംബന്ധിച്ച അന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകി. നിലവിൽ കേരള പോലീസാണ് കേസ് അന്വേഷണം നടത്തി വന്നിരുന്നത്. അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകിയത്. കേരളത്തിലെ റോഡ് നവീകരണം യാഥാർത്ഥ്യമാക്കിയെടുക്കണമെങ്കിൽ ജനങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് പൊതുമരാമത്ത് മന്ത്രി വി.കെ. ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞു. റോഡിന്റെ വീതി വർദ്ധിപ്പിക്കുന്നതിൽ ജനങ്ങളുടെ കൂട്ടായ പങ്കാളിത്തം ഉണ്ടാകണമെന്നും മന്ത്രി വി.കെ. ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞു. നമ്മുടെ ജനങ്ങളുടെ സ്ഥിതി, റോഡ് നല്ല റോഡ് വേണം, നന്നായിട്ട് വികസിക്കണം, നന്നായിട്ട് യാത്ര ചെയ്യണം. പക്ഷെ എൻ്റെ സ്ഥലം വിട്ടുകൊടുത്തിട്ട് ആ റോഡ് വേണ്ട, മറ്റവൻ്റെ സ്ഥലം വിട്ടുകൊടുത്തിട്ട് അതിൽ കൂടെ പോകണം എന്നുള്ളൊരു നിലപാടാണ് നമ്മുടെ ജനങ്ങൾക്കുള്ളത്. അത് മാറാതെ നമ്മുടെ നാട്ടിൽ റോഡ് വികസനം സാധ്യമല്ല. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. നിങ്ങൾ അറിഞ്ഞോ, വീട്ടുമുറ്റത്തെ മുല്ലയ്ക്കിപ്പോ പത്തരമാറ്റ സുഗന്ധം. സാരികളുടെയും മറ്റ് ഫാഷൻ റെഡിമെയ്ഡ് ഡ്രസ്സുകളുടെയും മായാപ്രപഞ്ചം തീർത്ത് മറ്റാരും നൽകാത്ത കളക്ഷൻസുമായി മാതാ സിൽക്ക് ഹൌസ് ഇപ്പോൾ കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. ബ്രൈഡൽ ഡിസൈനർ സാരികളുടെ അതിശയിപ്പിക്കുന്ന കളക്ഷനുമായി സാരി മന്ത്ര, ബ്രൈഡ്സ് ഓൺ മന്ത്ര. ദിയ ദ ബഡ്ജറ്റ് സാരി കളക്ഷൻസ്. ഫാഷൻ സാരികൾ വെറും 99 രൂപ മുതൽ 999 രൂപ വരെ മാത്രം. കളേഴ്സ് ലൈഫ് സ്റ്റൈൽ സ്റ്റോറിൽ ജെന്റ്സ് ആൻഡ് ലേഡീസ് ഫാൻസി ഡ്രസ് മെറ്റീരിയൽസ്, ലേഡീസ് ബാഗ്, ടോയ്സ്, കിഡ്സ് വെയർ, കോസ്മെറ്റിക്സ് ആൻഡ് ഓൾ ടൈപ്സ് ഓഫ് ഫാഷൻ ആക്സസറീസ്. എന്തിനേറെ പറയണ്ടു, ആകെ മൊത്തം സ്റ്റൈലാ. നടത്തുന്നില്ലേ ഒരു അടിപൊളി ഷോപ്പിംഗ്? പോരുന്നില്ലേ മാതാ സിൽക്ക് ഹൌസിലേക്ക്? എന്നും നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി മാതാ സിൽക്ക് ഹൌസ്, ഇട്ടിയപ്പാറ, റാന്നി. മാറ്റം എതിരെ മാതയുള്ളപ്പോൾ മറ്റെവിടെ പോകാൻ? വാർത്തകൾ തുടരുന്നു. എമർജിംഗ് കേരളയിൽ ഭൂമി കച്ചവടം അനുവദിക്കില്ലെന്ന് വ്യവസായ മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന ഒറ്റ പദ്ധതിയും എമർജിംഗ് കേരളയിൽ ഉണ്ടാകില്ലെന്നും മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഭൂമി ലീസിന് കൊടുക്കുന്നത് പൗരന്മാർക്ക് തൊഴിലും അതുപോലെ തന്നെ സ്റ്റേറ്റിന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതൊരു വരുമാന മാർഗമാണ് സ്റ്റേറ്റിന്. അതുകൊണ്ടാണ് ലീസിന് കൊടുക്കുന്നത്. ആ സമയം കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഭൂമി തിരിച്ചെടുക്കും. ഇപ്പോൾ 16 മാസമേ ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ ഷോക്കേസ് ചെയ്യുന്ന പ്രോജക്റ്റുകൾ മുഴുവൻ അടിയിൽ ഒപ്പിട്ടുള്ളത് പലതും അവരാണ്. അതുപോലെ തന്നെ എടുത്തിട്ടുള്ള നടപടികളുടെ ഒക്കെ അപ്രൂവൽ കൊടുത്തിട്ടുള്ളത് അവരാണ്. ഇപ്പോൾ ഇതിനകം വിവാദമായ പ്രോജക്റ്റുകളിൽ പലതും സത്യത്തിൽ 16 മാസം കൊണ്ട് പൂർത്തിയായതല്ല. അതൊക്കെ പിന്നെ കണ്ടിന്യൂയിറ്റിയാണ്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുള്ള ഭൂമി, അതുപോലെ തന്നെ നിംസിന്റെ പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയത്, അതുപോലെ ഇൻകലിന് ലാൻഡ് കൊടുത്തത്, ഇതൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി റാന്നി താലൂക്ക് കമ്മിറ്റി വിപുലമായ പരിപാടികളോടെ ഓണം ആഘോഷിച്ചു. ഉച്ചയ്ക്ക് ശേഷം കടകൾ അടച്ചിട്ടാണ് വ്യാപാരികൾ ഓണാഘോഷത്തിനെത്തിയത്.
റാന്നി YMC ഹാളിൽ ചേർന്ന ഓണാഘോഷ ചടങ്ങിൽ CV മാത്യു അധ്യക്ഷത വഹിച്ചു. തോമസ് കുട്ടി മണിമലയത്ത് സ്വാഗതം പറഞ്ഞു. ജേക്കബ് മാത്യു, പ്രസാദ് കടവുപുഴ എന്നിവർ ഓണ സന്ദേശം നൽകി. ആവാദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കൊട്ടില്ലതാനും കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊടിവരനും മാവേലി നാടോ വണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. എല്ലാ വ്യാപാര സുഹൃത്തുക്കൾക്കും ഒരു ഓണാശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. കാലത്തിന്റെ പൂർണ്ണതയിൽ മനുഷ്യൻ നഷ്ടപ്പെടുത്തിയ ചില മൂല്യങ്ങളെ ആവാഹിച്ചെടുക്കുവാനുള്ള ഒരു ജനതയുടെ കൂട്ടായ പരിശ്രമത്തിനെ നമുക്ക് വേണമെങ്കിൽ ഓണം എന്ന് പറയും. ഈ സ്നേഹം, സാഹോദര്യം, സൗഹൃദം, പങ്കുവയ്ക്കൽ, ആർദ്രത, കരുണ ഇവയൊക്കെ മനുഷ്യ മനസ്സിൽ ആഴത്തിൽ വേരോടി കിടക്കുന്ന ചില വികാരങ്ങളാണ്. അത്തരം ഒരു സ്മരണയുടെ പുതുക്കലായിട്ട് നമുക്ക് ഈ ഓണത്തിനെ കാണാം. മനുഷ്യർ ഇത്തരം സ്നേഹവും കരുണയും ആർദ്രതയും ഒക്കെ നാം നമ്മുടെ പ്രകൃതിയോടും നമ്മുടെ മനുഷ്യ സമൂഹത്തോടും നമ്മുടെ ആവാസ വ്യവസ്ഥകളോടും ഒക്കെ കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് മുൻപ് പ്രസംഗിച്ച ആളുകളൊക്കെ ഇവിടെ സൂചിപ്പിച്ചത്. പ്രകൃതിയോട് നാം കാണിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരുപക്ഷെ പരിസ്ഥിതി സംരക്ഷണം, ഇത്തരം വിഷയങ്ങളിലൊക്കെ നാം കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ആ ഓണത്തിന്റെ ആ സന്ദേശം അത്തരത്തിലേക്ക് ഈ ആധുനിക യുഗത്തിൽ മാറ്റിയെടുക്കുകയും ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതിനായിട്ട് എല്ലാവർക്കും ഉള്ള ജ്ഞാനം ദൈവം നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ ഈ ഓണക്കാലത്ത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ കിടക്കുന്ന പ്ലാസ്റ്റിക് അല്ലേ വെച്ചു. അപ്പൊ ഞാൻ ബ്യൂട്ടി പാർലറിന്റെ അപ്പുറത്തെ കടയിലെ പുള്ളിയോട് ചോദിച്ചു, ഇതെന്നെ ഇത് കിടക്കുന്നു. അതിന് പുള്ളിക്കാരൻ പറഞ്ഞ ഒരു ഉദാഹരണം, ഇത് മനോരമ പത്രക്കാരും പേപ്പറുകാരും ഇട്ടു പോകുന്ന, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനുണ്ടോ ഞങ്ങൾ എന്ത് മാറിക്കളയാം. ഞാൻ പറയുന്നത് നമ്മുടെ കടയിൽ ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാതിരിക്കാനോട് പറയുക, അല്ലെങ്കിൽ നമ്മളത് വാരിക്കളയും. എങ്കിലേ ഈ മലിനീകരണം മാറുകയുള്ളൂ. അത് നമ്മളെല്ലാവരും നമ്മുടെ കടകൾ വൃത്തിയാക്കി തരും. ഈ മലിനീകരണത്തെ നമ്മളൊന്ന് നിർബന്ധമായിട്ടൊന്ന് മാറ്റാൻ എല്ലാവരും ശ്രമിക്കണം. അപ്പോൾ തീർച്ചയായും ആ നല്ല നാളുകളെ കുറിച്ച് ഓർക്കുമ്പോൾ, പഴമയുടെ കാര്യങ്ങളെ കൊണ്ട്, ആ പഴമയുടെ അനുഭവങ്ങളെ കണ്ട് നാം അഭിമാനപ്പെടുമ്പോൾ, ആ പഴമയുടെ കാര്യങ്ങൾ അഭിമാനം കൊള്ളുക മാത്രമല്ല, വരാൻ പോകുന്ന ദിനങ്ങളിൽ ആ പഴമയുടെ അഭിമാനത്തിൽ ഊറ്റം കൊണ്ട് വരാൻ പോകുന്ന ദിനങ്ങളിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് പോകുവാൻ കഴിയുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. സെപ്റ്റംബർ 8 നടക്കുന്ന അഷ്ടമിരോഹിണി വള്ളസദ്യയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. സെപ്റ്റംബർ 5 കരകളിൽ നിന്ന് വിഭവ സമാഹരണം നടത്തും. 49 പള്ളിയോടങ്ങളാണ് ഇത്തവണ അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പങ്കെടുക്കുന്നത്. അങ്ങാടി പഞ്ചായത്ത് 1ഉം 5ഉം വാർഡുകളിലെ ജനശ്രീ യൂണിറ്റുകളുടെ സംയുക്ത വാർഷികാഘോഷം ഇന്ന് നടന്നു. അങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി എബ്രഹാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം റജി പൂവത്തൂർ അധ്യക്ഷത വഹിച്ചു. ജോളി മാത്യു സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മനി വലികാല മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി സുരേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു ഗോപാലൻ, ഓം നാറഞ്ചി വടക്കത്ര തുടങ്ങിയവർ സംസാരിച്ചു. വളരെ മനോഹരമായി നമുക്ക് കൊണ്ടാടുവാൻ ജഗദീശ്വരൻ നമുക്ക് കരുണ കാണിച്ചു. നമ്മളോട് ദൈവത്തിന് ദയ തോന്നി. നമ്മുടെ ചിട്ടിയൊക്കെ വളരെ മനോഹരമായി നമുക്ക് വീതിക്കുവാനും നല്ല പലിശ അടക്കം അവരവരടച്ച മുതലിനോടൊപ്പം തന്നെ നമുക്ക് മനസ്സ് നിറയെ പൈസ വാങ്ങുവാനും നമുക്ക് ഇടയായിത്തീർന്നു. അതിന്റെ പിന്നിലുള്ള വലിയ രഹസ്യം എന്ന് പറയുന്നത് ഈ ജനശ്രീ പ്രസ്ഥാനം നമ്മുടെ ഈ കൂട്ടായ്മയാണെന്നുള്ളത് പറയുവാൻ ഞാൻ ഈ സമയത്ത് വളരെയധികം താല്പര്യപ്പെടുകയാണ്. നമ്മളുടെ സ്വാഗത പ്രസംഗത്തിൽ, ആദ്യക്ഷ പ്രസംഗത്തിൽ കേട്ടതുപോലെയൊക്കെ നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളൊക്കെ വളരെ വിഷം നിറഞ്ഞ കാലഘട്ടത്തിൽ, അല്ലെ അതേ അനുഭവത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ രോഗികളായി തീർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളൊക്കെ വളരെയധികം പച്ചക്കറി കൃഷികൾ, അതുപോലെ തന്നെ നമ്മുടെ 2ാം വാർഡിലും 7ാം വാർഡിലും ഒക്കെ വളരെയധികം കൃഷികൾ അവര് ഭൂമിയിൽ പൊന്നു വിളയിക്കുന്നത് പോലെ അവര് കൃഷി ചെയ്ത് നമുക്കറിയാം. കഴിഞ്ഞ ഓണ വിപണന മേളയിൽ റാന്നിയിൽ ഇറ്റപ്പാറയിൽ മാർക്കറ്റിൽ ജനസ്ത്രീയുടെ വിൽപ്പന വരവെന്ന് പറയുന്നത് തന്നെ 36 ലക്ഷം രൂപയാണ്.
ജനശ്രീയുടെ ഇവിടുത്തെ ഉള്ള കാർഷിക വിപണന മേഖലയിൽ നിന്ന് കിട്ടിയ ആദായം എന്ന് പറയുന്ന 36 ലക്ഷം രൂപയാണ് കഴിഞ്ഞ ഈ ഓണത്തിന് 3 ദിവസത്തെ ചന്തയിൽ നിന്നുള്ള വരുമാനം, ജനശ്രീയുടെ വരുമാനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങാടി ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ തന്നെ ജനശ്രീ എല്ലാ വാർഡുകളിലും, ഏതാണ്ട് 13 വാർഡുകളിൽ ഇന്ന് ജനശ്രീ വളർന്ന് വന്നിരിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഏറ്റവും നല്ല ഒരു കാർഷിക വിപണന മേഖല അങ്ങാടിയിൽ ഉണ്ടാക്കുവാൻ നമുക്ക് കഴിയും. ഈ ഓണനാൾ, ഈ ചിങ്ങമാസമായി, ഈ പൊന്നു ചിങ്ങമാസമായി, ഈ പൊന്നു തിരുവോണ നാളിൽ തന്നെ നമുക്ക് ഈ തിരുവോണ നാളുകളിലായി ഇപ്പോൾ തന്നെ നമുക്ക് തുടങ്ങാം. കൃഷിയെപ്പറ്റി നമുക്ക് ആലോചിക്കാം. നമ്മുടെ ഒരു ജനശ്രീയുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് 20 പേരടങ്ങുന്ന ഒരു കൂട്ടായ്മയാണ്. ഈ 20 പേരുണ്ടെങ്കിൽ ഒരു വാർഡിലാണ് ഏറ്റവും നല്ല രീതിയിലാണ് പച്ചക്കറി കൃഷികളോ എന്തെല്ലാം കൃഷികൾ ചെയ്യാമോ അത് മുഴുവൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. കൂടട്ടെ, വീണ്ടും ഒരു നല്ല ജനശ്രീയായിട്ട് വീണ്ടും വളരട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് വാക്കുകൾ നടത്തുക. അപ്പൊ നമ്മുടെ ദേശത്തെ പ്രശ്നങ്ങൾ എന്താ? നമ്മുടെ ദേശത്ത് വിവിധ തരം പ്രശ്നങ്ങളാണ് ഉള്ളത്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഏറ്റവും വലിയ പ്രശ്നം കാർഷിക മേഖല. കാർഷിക മേഖലയിൽ രാസവളങ്ങളുടെയും അതിയായ കീടനാശിനികളുടെയും ഫലമായി നമ്മുടെ കാർഷിക മേഖല മുഴുവൻ നശിച്ചിരിക്കുന്നു. അപ്പൊ ഈ കാർഷിക മേഖല നശിച്ചപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയും നശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഈ കൂട്ടായ്മ ഈ ദേശത്തിന് ഒരു അനുഗ്രഹമായി തീരണം. എല്ലാവരും വിശ്വാസികളാണ്. ആ പരസ്പരം എല്ലാവരും സ്നേഹത്തിൽ, സന്തോഷത്തിൽ, അതിന്റെ സമൃദ്ധിയിൽ നമ്മളായിരിക്കണം എപ്പോഴും. ആരും തമ്മിലൊരു പ്രശ്നം ഉണ്ടാകാതെ ദേശത്തിന് അനുഗ്രഹമായി തീരണം. അതുപോലെ നമ്മുടെ ദേശത്തുള്ള സാമൂഹിക തിന്മകൾക്കെതിരെ നമുക്ക് ഈ കൂട്ടായ്മയിലൂടെ, ഈ ജനശ്രീയിലൂടെ നമുക്ക് പോരാടി നമുക്ക് ആ സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് മേടിച്ചെടുക്കാനായിട്ട് ഈ ജനശ്രീയിൽ കൂടി നമുക്ക് സാധിക്കണം. കുടുംബ കൂട്ടായ്മയാണ് നമ്മളത്, കുടുംബ കൂട്ടായ്മയായിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഐക്യവും സ്നേഹവും ഒക്കെ തമ്മിൽ വരുവാനും അവിടെ 20 കുടുംബങ്ങൾ കൂടിച്ചേരുന്ന ഒരു കൂട്ടായ്മയാണ്. ചിലപ്പം അതിനകത്ത് നല്ല ഐക്യതയോടും സ്നേഹത്തോടുമുള്ള കൂട്ടായ്മ നമുക്ക് കൂടുവാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല രീതിയിലാണ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. യൂണിറ്റിന്റെ വരുംകാലത്തെ പ്രവർത്തനങ്ങൾക്കെല്ലാം നല്ല രീതിയിലാവട്ടെ എന്ന് ആശംസിക്കുന്നു. സീനിയർ ഫസ്റ്റ്, സെക്കൻഡ് ജിൻസി, സൂസി കൊട്ടിയാനി, അടുത്തത് സെക്കൻഡ് അടുത്തത് വന്നിട്ട് ഞാൻ തന്നെ കൊടുക്കാം. സീനിയർ റാന്നി സിറ്റാഡൽ സീനിയർ സെക്കൻഡറി സ്കൂളിൽ നാളെ അധ്യാപക ദിനാചരണം സംഘടിപ്പിക്കും. റാന്നി സെന്റ് തോമസ് കോളേജിലെ മലയാള വിഭാഗം അധ്യാപകൻ ഫാദർ മാത്യു വാഴക്കുന്നം അധ്യാപക ദിനാചരണം ഉദ്ഘാടനം ചെയ്യും. പ്രിൻസിപ്പൽ ഫാദർ ബിജു ജോൺ അധ്യക്ഷത വഹിക്കും. ഐരൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചെറിയ പള്ളിയിലെ 8 നോമ്പാചരണത്തിന് സെപ്റ്റംബർ 9 സമാപനമാകും. നാളെ വൈകുന്നേരം നടക്കുന്ന യോഗത്തിൽ ഫാദർ നൈനാൻ കെ ജോർജ് വചന ശുശ്രൂഷ നടത്തും. സെപ്റ്റംബർ 9 രാവിലെ നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് എബ്രഹാം മാർ എപ്പിപാനിയൂസ് മെത്രാപ്പൊലീത്ത കാർമ്മികത്വം വഹിക്കും. ഒരിടവേള കൂടി. നിങ്ങൾ അറിഞ്ഞോ, വീട്ടുമുറ്റത്തെ മുല്ലയ്ക്കിപ്പോ പത്തരമാറ്റ സുഗന്ധം. സാരികളുടെയും മറ്റ് ഫാഷൻ റെഡിമെയ്ഡ് ഡ്രസ്സുകളുടെയും മായാപ്രപഞ്ചം തീർത്ത് മറ്റാരും നൽകാത്ത കളക്ഷൻസുമായി മാതാ സിൽക്ക് ഹൌസ് ഇപ്പോൾ കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. ബ്രൈഡൽ ഡിസൈനർ സാരികളുടെ അതിശയിപ്പിക്കുന്ന കളക്ഷനുമായി സാരി മന്ത്ര, ബ്രൈഡ്സ് ഓൺ മന്ത്ര. ദിയ ദ ബഡ്ജറ്റ് സാരി കളക്ഷൻസ്. ഫാഷൻ സാരികൾ വെറും 99 രൂപ മുതൽ 999 രൂപ വരെ മാത്രം. കളേഴ്സ് ലൈഫ് സ്റ്റൈൽ സ്റ്റോറിൽ ജെന്റ്സ് ആൻഡ് ലേഡീസ് ഫാൻസി ഡ്രസ് മെറ്റീരിയൽസ്, ലേഡീസ് ബാഗ്, ടോയ്സ്, കിഡ്സ് വെയർ, കോസ്മെറ്റിക്സ് ആൻഡ് ഓൾ ടൈപ്സ് ഓഫ് ഫാഷൻ ആക്സസറീസ്. എന്തിനേറെ പറയണ്ടു, ആകെ മൊത്തം സ്റ്റൈലാ. നടത്തുന്നില്ലേ ഒരു അടിപൊളി ഷോപ്പിംഗ്? പോരുന്നില്ലേ മാതാ സിൽക്ക് ഹൌസിലേക്ക്? എന്നും നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി മാതാ സിൽക്ക് ഹൌസ്, ഇട്ടിയപ്പാറ, റാന്നി. മാറ്റം ഇതൊരു മാതയുള്ളപ്പോൾ മറ്റെവിടെ പോകാൻ? വാർത്തകൾ തുടരുന്നു. പെരുമ്പട്ടി വനം കയ്യേറ്റം സംബന്ധിച്ച് പുറത്തുവന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് അടിയന്തരമായി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. റാന്നി DFOയോടാണ് റിപ്പോർട്ട് തേടിയത്. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇപ്പോൾ പെരുമ്പട്ടി വനം കയ്യേറ്റത്തിന് നീക്കം നടത്തിയത്.
പത്തനംതിട്ട സർവീസ് സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ കോഴഞ്ചേരി ശാഖയുടെ ഉദ്ഘാടനം സെപ്റ്റംബർ 11 നടക്കും. അഡ്വക്കേറ്റ് കെ ശിവദാസൻ നായർ MLA പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കും. ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന അയ്യപ്പ പഠന ശിബിരത്തിന് സെപ്റ്റംബർ 11 തുടക്കമാകും. പെരുന്നാട് കൂനങ്കര ശബരി ശരണാശ്രമത്തിൽ വെച്ച് നടക്കുന്ന പഠന ശിബിരം വിശാഖം തിരുനാൾ രാമവർമ്മ ഉദ്ഘാടനം ചെയ്യും. സ്വാമി വേദാനന്ദ സരസ്വതി അധ്യക്ഷത വഹിക്കും. ഒരിടവേള കൂടി. വിൽസൺ ദി പ്രൊഫഷണൽ ഡിജിറ്റൽ സ്റ്റുഡിയോ നിയർ വലിയപാലം റാന്നി. വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ഓഫർ. വിൽസൺ ദി പ്രൊഫഷണൽ ഡിജിറ്റൽ സ്റ്റുഡിയോ. വാർത്തകൾ തുടരുന്നു. അങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ നിന്നും തൊഴിൽരഹിത വേതനം കൈപ്പറ്റാനുള്ള ഗുണഭോക്താക്കൾ 9-ാം തീയതി പഞ്ചായത്തിൽ ഹാജരായി തുക കൈപ്പറ്റണമെന്ന് സെക്രട്ടറി അറിയിച്ചു. അങ്ങാടി പെരുമ്പട്ടി പുതിയ ശുദ്ധജല വിതരണ പദ്ധതിക്ക് സർവേ നടപടികൾ ആരംഭിച്ചതായി രാജു എബ്രഹാം MLA അറിയിച്ചു. നിലവിൽ കൊല്ലം സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. കൊറ്റനാട് പഞ്ചായത്തിലെ 13 വാർഡുകളിലും ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. കൊറ്റനാട് ഗ്രാമപഞ്ചായത്ത് 50 സെന്റ് സ്ഥലം ഏറ്റെടുത്ത് നൽകിയാൽ മാത്രമേ വിശദമായ എഞ്ചിനീയറിംഗ് റിപ്പോർട്ടും എസ്റ്റിമേറ്റും തയ്യാറാക്കാൻ KWAക്ക് കഴിയൂ എന്നും MLA അറിയിച്ചു. എമർജിംഗ് കേരള പദ്ധതിക്കെതിരെ എതിർപ്പുമായി രംഗത്തെത്തിയവർ നിക്ഷിപ്ത താൽപര്യക്കാരാണെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. രാഷ്ട്രീയമില്ലാത്ത ചിലരുടെ എതിർപ്പിന് പിന്നിൽ ചില രാഷ്ട്രീയക്കാരുടെ പ്രേരണയുണ്ടെന്നും മന്ത്രി തിരുവഞ്ചൂർ ആരോപിച്ചു. നിര്യാതനായി. അത്തിക്കയം മടന്തമൺ പാറാനിക്കൽ ഉണ്ണിട്ടൻ ജെയിംസ് നിര്യാതനായി. 69 വയസ്സായിരുന്നു. സംസ്കാരം നാളെ വൈകുന്നേരം 4 മണിക്ക് റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ നടക്കും. തുരുത്തിക്കാട്ട് പച്ചനാട്ട് കുടുംബാംഗം അമ്മിണിയാണ് ഭാര്യ. ജെയ്സൺ P ജേക്കബ്, മിനി എന്നിവർ മക്കളും ഷിജി, ഷിജു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. TP ചന്ദ്രശേഖരൻ വധഗൂഢാലോചന കേസ് CBIക്ക് കൈമാറണമെന്ന് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി. എമർജിംഗ് കേരളയിൽ ഭൂമി കച്ചവടം അനുവദിക്കില്ലെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. റോഡുകളുടെ നവീകരണത്തിന് ജനങ്ങളാണ് തടസ്സമെന്ന് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്. പെരുമ്പട്ടി വനം കയ്യേറ്റ ശ്രമം. വനം വകുപ്പ് റാന്നി DFOയിൽ നിന്ന് റിപ്പോർട്ട് തേടി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.